ഇത് കുറച്ച് ആണുങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 12 മണി കഴിയുമ്പോൾ അല്ലെ ഒരു 2 മണി 3 മണി സമയത്ത് കണ്ടിന്യൂസ് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പിന്നെ എനിക്ക് മറ്റു ദുസ്വഭാവങ്ങളൊന്നുമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കിട്ടുമോ? ഞാൻ വീട്ടിൽ വരും, ഞാൻ വീട്ടിൽ വരും. വെളുത്ത മുല കാണിക്കാമോ? അതായിരുന്നു എനിക്ക് വന്ന മെസ്സേജ്. നിങ്ങൾ എല്ലാവരും സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പെണ്ണാണോ അവൾ ഈ സമൂഹത്തിൽ പലതും ഫേസ് ചെയ്യൂടെ. പിന്നെ ഈ മറ്റേ ഉസ്താദുമാരായിട്ട് നടക്കുന്നവന്മാര് രാവിലെ മദ്രസയില് പിള്ളേരെ നിങ്ങൾ തട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നടക്കണം. പക്ഷെ രാത്രിയാകുമ്പം സരസ് സരസ് ഈ മൂട് പിടിക്കും. എല്ലാവരും അല്ല കേട്ടോ, ചില നാറുകളാണ്. അമ്മമാരെ നാറുകയെന്ന് തന്നെ പറയും, അല്ലാണ്ട് എന്ത് പറയാനാ. അബ്ദുൽ കരീമ അബ്ദുൽ അങ്ങനെ എന്തൊരു സാധനമാണ്. നമുക്ക് അതിലോട്ട് വരാം. ഓക്കെ, അപ്പൊ എന്താണ് വിഷയം എന്നല്ല, ഈ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന പെമ്പിള്ളാരെന്ത് ചെയ്യും, അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കും. ഓൺലൈനിൽ ബിസിനസ് നടത്തുന്നതുകൊണ്ട് തന്നെ അവർ ഓൺലൈനിൽ നമ്പർ കൊടുക്കും. പക്ഷെ അതിൽ വിളിച്ചിട്ട് ചില തന്തയില്ലാത്തവന്മാർ മറ്റേ അടുത്ത വർത്തമാനം പറയും. അതും കഥം പൊടിച്ചു കളയാൻ തോന്നും. അമ്മാതിരി തന്തയില്ലാത്ത വർത്തമാനങ്ങൾ പറയാറുണ്ട്. ഓക്കെ, ഇവിടെ ഓൺലൈൻ ബിസിനസ് നടത്തിയാലും അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിന് ഒരു അക്കൗണ്ട് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഉണ്ടെങ്കിൽ തന്നെ അവൾ ഫേസ് ചെയ്യുന്ന മെസ്സേജിന് കൈ കണക്കൂല. എൻ്റെ പല ഫ്രണ്ട്സും എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് വരെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിലെ കണ്ടാടോ നമ്മുടെയൊക്കെ മെസ്സേജിൻ്റെ അവസ്ഥ. ഞാൻ കണ്ട് എന്ന് പറഞ്ഞാൽ അന്തം വിട്ടിരുന്നിട്ടുണ്ട്. കാരണം അമ്മാതിരി അപരാധമാണ് ഓരോ പെണ്ണുങ്ങൾക്ക് പോയിട്ട് ഓരോ തന്തയില്ലാത്തവന്മാർ അയക്കുന്ന മെസ്സേജ്. ഇവൻ്റെയൊക്കെ വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്ക് ഇതുപോലെ ആരെങ്കിലും അയക്കണം, അപ്പോഴേ ഇവന്മാർക്ക് ചൊറിയത്തുള്ളൂ, അല്ലാതെ ചിലപ്പം ചൊറിയത്തില്ല. പിന്നെ ചിലപ്പോൾ ഇവന്മാർക്ക് അമ്മയും പെങ്ങളൊന്നും തിരിച്ചറിഞ്ഞു കൊടുത്ത നായിൻ്റെ മക്കളും ആയിരിക്കും. അതുകൊണ്ട് അതും ഒരു വിഷയമാണ്. അപ്പോൾ വിഷയത്തിലോട്ട് നമുക്ക് വരാം. റാഷിദ നാച്ചി എന്ന് പറയുന്ന ഒരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്ളോഗറൊക്കെയാണ്. അതുപോലെ നമ്മുടെ ദീപ്തി സീതത്തോട്, ഇവർ രണ്ടുപേരും ഓൺലൈൻ പരിപാടിയൊക്കെ ഉണ്ട്. അതായത് ദീപ്തി ഇപ്പം കല്യാണത്തിന് ശേഷം മുട്ടക്കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു, ഫാം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഹോം സ്റ്റേ പരിപാടി പിടിക്കുന്നുണ്ട്. ഹോം സ്റ്റേ പരിപാടി പിടിക്കുമ്പോൾ ദീപ്തിയെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ അവിടെ വന്ന് ഹോം സ്റ്റേയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ട് അടിപൊളിയായിട്ടൊക്കെ പോയിട്ട് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അതിനോടൊപ്പം തന്നെ ഈ ഹോം സ്റ്റേ എല്ലാം കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദീപ്തിയുടെ ഫ്രണ്ടായിട്ടുള്ള സൈനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ട്രാവൽ ഏജൻസി എന്തൊക്കെ ഉള്ളതാണ്, അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വഴിയാണ് വിളിച്ച് ബുക്ക് ചെയ്തൊക്കെ ഒന്ന് താമസിക്കുന്ന ആ സെറ്റപ്പ്. അപ്പോൾ ഈ ദീപ്തിയുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞും കൊണ്ട് ഒരു തന്തയില്ലാത്തവൻ ദീപ്തിയാണെന്ന് പറഞ്ഞ് നിരന്തരം വിളി സരസു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളി തുടങ്ങിയിട്ട് ഇവൻ കുൽസിതം പറിച്ചിലാണ് അവൻ്റെ പരിപാടി. ഏത് വളയ്ക്കാനുള്ള റൂട്ട്, ദീപ്തിയുടെ നമ്പർ ദീപ്തിയെ കിട്ടും, കണക്ട് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കുകയാണ്. പക്ഷെ എടുക്കുന്നത് നമ്മുടെ പാവം സൈനയാണ്. സൈനയുടെ ഹസ്ബൻഡ് അവസാനം ഇവനെ വിളിച്ച് പൂരത്തെറി വിളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്നിട്ട് അതിനുശേഷം റാഷിദയുടെ കേസിലോട്ട് നമുക്ക് പോവാം. അങ്ങനെ 2-3 കേസുകൾ നോക്കിയിട്ട് ഇതിൻ്റെ ഉസ്താദിൻ്റെ വരവും കൂടി നമുക്കൊന്ന് നോക്കണമല്ലോ. മൊത്തത്തിൽ കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ കൂടുക. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് എന്തായാലും ആദ്യം ഈ പറയുന്ന ദീപ്തി സീതത്തോട് നിന്ന് തന്നെ തുടങ്ങാം. ദീപ്തി പറയുന്നത് കേൾക്കാം. വരുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണമല്ലോ, കാരണം ഫുഡും താമസവും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു, സൈനയുടെ ട്രാവൽ കമ്പനീന്റെ നമ്പറാണ് നമ്മൾ കൊടുത്തത്. അതായത് സൈനയുടെ പേഴ്സണൽ നമ്പറല്ല, ട്രാവൽ കമ്പനീന്റെ നമ്പറാണ് കൊടുത്തത്. അതാകുമ്പോൾ അവർ കോൾ അറ്റൻഡ് ചെയ്യും, എത്ര പേരാ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയാന്നുള്ളതെല്ലാം ചെയ്യും. കാരണം എനിക്കിതിനുള്ള ടൈം കിട്ടത്തില്ല. പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല. എനിക്ക് ഈ മുട്ടക്കച്ചവടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ തിരക്കും മാറ്റിവെച്ച് വരാൻ തയ്യാറായപ്പോൾ മറ്റ് ചില ആളുകൾ ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നോക്കുമ്പോൾ എന്താണ്, ഒരു പെൺകുട്ടി വേണ്ട, ഒരു സ്ത്രീ വന്നിരുന്നുകൊണ്ട് നാട്ടിലേക്ക് വരാം, ഇവിടെ സ്റ്റേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് മറ്റൊരു രീതിയിലേക്കാണ് ആവശ്യം. അതായത് ഞാനാണെന്ന് കരുതി സൈനയ്ക്കാണ് ഇവർ മെസ്സേജ് അയക്കുന്നത്. എല്ലാവരും സൈനയ്ക്കാണ് മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും ഒക്കെ. അപ്പൊ ഫോൺ എടുക്കുമ്പോഴേ സൈന പറയും ഇന്ന ആളാണ്, ദീപ്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്നിട്ട് കൺഫേം ആകുന്ന ആളുമായിട്ട് ഞാൻ സംസാരിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യും. അതിന്റെ ആവശ്യമുള്ളത്, കാരണം നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നല്ലേ, അതാണ് അതിന്റെ ഇത്. അപ്പോൾ കുറച്ച് പേര് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ നമുക്കൊരു കാര്യം ജെനുവിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. അമ്മാറ് സൈഡിലിരിക്കുന്ന ആൾ എപ്പോഴാണ് ഉറങ്ങുക, അല്ലെ എപ്പോഴായിരിക്കും ഓരോ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ളൊരു കാൽക്കുലേഷൻ ഇല്ലേ. ഇത് കുറച്ച് ആണുങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 12 മണി കഴിയുമ്പോൾ അല്ലെ ഒരു 2 മണി 3 മണി സമയത്ത് കണ്ടിന്യൂസ് വിളിക്കുക. അപ്പൊ എന്ത് പറ്റി, സൈനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. പുള്ളിക്കാരിക്ക് ചെറിയൊരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ആവുന്ന ആളാണ്. ഞാൻ എന്തെങ്കിലും ഒക്കെ വിട്ടുകളയും, പക്ഷെ പുള്ളിക്കാരിക്ക് അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ടെൻഷനാവും. എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാവും. ഇത് മോശം മെസ്സേജുകള്, പിന്നെ വോയിസ് മെസ്സേജുകള്, കോളുകള്. അപ്പൊ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് പുള്ളിക്കാരി കിടന്നു. അതായത് ഒരു 10 മണിക്ക് ശേഷം ഫോൺ അങ്ങ് സൈലന്റ് ആക്കും.
രാവിലെ എണീക്കുമ്പോൾ ഫോൺ നിറയെ കോളുകളും കാര്യങ്ങളും. അപ്പം ഇത് ജെന്യൂൻ ആയിട്ടുള്ള കോളാണോ, ഈ പുറത്തുള്ള ആൾക്കാർ നാട്ടിലെ ലീവിന് വരുന്നതിന്റെ കാര്യം പറയാൻ അവിടുത്തെ ടൈം വ്യത്യാസം ഉണ്ടല്ലോ. 1-2 കോള് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് അസുഖം വേറെയാണ്. അതായത് പരസ്യമായിട്ട്, അതായത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പിന്നെ എനിക്ക് മറ്റു ദുസ്വഭാവങ്ങളൊന്നുമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കിട്ടുമോ, ഇങ്ങനെ പബ്ലിക്കായിട്ട്, അതായത് സ്വന്തം ഫോൺ നമ്പറിൽ നിന്നും മറ്റൊരാളുടെ അടുത്ത് വിളിച്ച് ചോദിക്കണമെങ്കിൽ എത്രത്തോളം ധൈര്യം ഉണ്ടായിരിക്കും. അപ്പൊ ഇവരിതൊക്കെ ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ബിഹേവിയർ. പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് എനിക്കൊരു പ്രശ്നമേ അല്ല, നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ളവരോ അല്ലെ ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേരുണ്ടെങ്കിൽ പോലും വളരെ മോശമായിട്ട്. അപ്പൊ ഇവരൊക്കെ സൈനെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു കേട്ടല്ലോ. അതായത് തന്തയില്ലാത്തവൻ, അവന്റെ വിചാരം ദീപ്തി മറ്റേ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഓപ്റ്റ് ചെയ്യുന്നതെന്നാണ് അവന്റെ വിചാരം. അങ്ങനെയാണ് ആശാൻ. എത്ര കിട്ടുക, നമ്മൾ എത്ര പൈസയാണ് അവരെ ഇറക്കാം. ഒരു കാര്യം ചെയ്യടാ, നീ ഒരു കാര്യം ചെയ്യ്, ഈ പൈസ കൊണ്ട് പാലത്തിന്റെ അടിയിൽ പോയി നില്ല്. എന്നിട്ട് അവിടെ വല്ല മറ്റേ കുണ്ടന്മാർ വരും, അവന്മാരെ പോയി പ്ലക്കിയിട്ട് അവന്മാരൊക്കെ എടുത്തിട്ട് നീ അവിടെ പൈസ കൊടുത്തിട്ട് പോ കേട്ടാ. കടയാടി മോനെ, തന്തയ്ക്ക് കൊടുക്കാത്തവനാടാ നീയൊക്കെ. നിന്റെയൊക്കെ ഇവനൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ഓംസയും മറ്റേതാണ് മറിച്ചാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാം അപരാധികളാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചിന്തയുണ്ട് എനിക്കൊക്കെ. പരാതി മക്കള്, അവൻ മറ്റു പൈസ വരെ അറിയാൻ നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് പൈസ എനിക്കാണേ, കുറച്ച് പൈസ എനിക്ക്, എന്നിട്ട് നിന്നെ പാലത്തിൻ്റെ അടി കൂടി കൂടി ചേർത്ത നീ വന്ന് പ്ലക്കിട്ട് ഓട്ടറാ നാട്ടുകാർ, പരാതി മക്കളെ. എന്തായാലും ദീപ്തി ഇങ്ങനെ ഓംസയെ, അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അവരെ ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് അവിടെ നിന്ന് താമസിച്ച് കുറച്ച് ദിവസം ഇവരുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ പോവാം. അങ്ങനത്തെ ഒരു സ്കീമാണ്. അപ്പോൾ ഇവർക്ക് ഏണിങ്സും കിട്ടും, നല്ലൊരു സ്കീമാണ്. അപ്പോൾ ഇവരുമായിട്ട് കുറച്ച് കമ്മ്യൂണിക്കേറ്റും ചെയ്യാം, അടിപൊളിയായിട്ട് കുറച്ച് ദിവസം നിൽക്കാം. ഓക്കെ, അവിടെ ഫാമൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിരിക്കുമല്ലോ അവരെ ആ ഏരിയ. ആ ഒരു സെറ്റപ്പിലാണ് പിടിച്ചത്. പക്ഷേ ഇത് അപരാധിക്കാനുള്ള മൂടാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ തല തന്തയില്ലാത്തവന്മാർ ഇതിൻ്റെ ഇടയിൽ കയറി കളി. തോന്നടേ, നിൻ്റെയൊക്കെ വീട്ടിൽ വലിയ പെണ്ണുങ്ങൾ, ഇനി നിനക്ക് അത്രയ്ക്ക് മുട്ടിക്കിടക്കണേ 10,000-2,500 രൂപ അടുത്ത് എവിടെയെങ്കിൽ പോടേ. അല്ലാണ്ട് ഇമാതിരി വന്നിട്ട് മറ്റേടത്ത വിളിച്ച് ചോദിക്കുക നിനക്ക് എന്ത് പാടേ ഇത്, കടിക്കണേ കടി, നല്ല തിരിഞ്ഞു നിന്ന് സ്വന്തമായിട്ട് അങ്ങ് വളഞ്ഞു നിന്ന് കടി. ഞാൻ ഇത്രയും മ്ലാച്ചനായി പോയല്ലോ എന്നാണ് ആലോചിച്ചത്. എന്തായാലും ഇതിനുശേഷം സൈനയുടെ ഹസ്ബൻഡ് യവനെ വിളിച്ചിട്ട് പൂരത്തെറി വിളിച്ച് അവനെ വലിച്ചു കയറി ജോലി ഒട്ടിക്കുമെന്ന് പറഞ്ഞ്. അപ്പോഴത്രേ ഉള്ളൂ ഇവനൊക്കെ. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ എക്സ്പോസ് ചെയ്യണം. ഇവനെയൊക്കെ എക്സ്പോസ് ചെയ്യേണ്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ അറിയണം. ചിലപ്പോൾ ഇവനൊക്കെ ഭാര്യയും മക്കളൊക്കെ കാണുമല്ലോ, എല്ലാവരും അറിയണം. അങ്ങനെ ഇതുപോലത്തെ തന്തയില്ലാത്തവരെ നാട്ടിൽ മൊത്തം അറിയണം. അതാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. അത് തന്നെ ചെയ്യണം. എന്തായാലും കാണാം. കേട്ടിട്ടില്ല കുണാപ്പാ, നീ എന്തിനാടാ കണ്ണി കണ്ട നമ്പറിൽ വിളിച്ചിട്ട് എനിക്ക് മുട്ടണൊക്കെ പറയാൻ നിൽക്കണ്ട. വീട്ടിൽ വന്നടിക്കണ അറിയില്ല എനിക്കെന്നെ ആരാളെന്നാ ആരോടാ ഫോൺ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്ന നമ്പറുകളിൽ വിളിച്ചിട്ട് നീ കിട്ടുമെന്ന് ചോദിക്കോ? എന്റെ ഞാൻ വിടണ വീട്ടിൽ ആള് വരണാണോ നിനക്ക്? ആളെന്തിട്ട് പറയാനുള്ളടാ? അത് നിന്റെ വോയിസ് അല്ലടാ. ആ കുടുംബം അത് ഞാൻ പറഞ്ഞ അനക്ക് ഉള്ളതാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അനക്ക് ആ സാധനം ഉള്ളതാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. വിളിക്കണ്ട, നിക്കണ. ഞാൻ വീട്ടിൽ വരും, കട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ വരും. വീട്ടിൽ കയറി അടിക്കും ഞാൻ. ഈ വോയിസ് ആയിരുന്നണ്ടാ ഫാമിലി ഉള്ളവനെ. അനക്ക് എന്റെ കുടുംബത്തിൽ കയറാ. അനക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നീ അങ്ങ് കേറി ഉണ്ടാക്കുവോ? ഞാൻ വീട്ടിൽ കയറട്ടെ. എന്നാ ഞാൻ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കട്ടെ, എന്റെ വീട്ടിലുള്ളവരോട്. നീ എന്ത് വിചാരിച്ചടാ? നിന്റെ വീടറിയില്ല, നിന്റെ നാടറിയില്ല, ഞാൻ ആരാന്നറിയില്ല, ഫേസ്ബുക്കിൽ കണ്ടല്ല, അതങ്ങ് പോയിക്കോളെന്ന് വിചാരിച്ചടാ എന്നെ. ഈ ചോദിച്ചത് നിന്റെ പെണ്ണിനോടല്ലേ? ഇനി മേലില് നീ ഒരു കോള് അനാവശ്യമായിട്ട് ഒരു വഴിക്ക് പോയിന്ന് അറിഞ്ഞു കഴിഞ്ഞാ. അയ്യോ ഷോറി എന്താടാ ഇപ്പൊ ഷോറി പറയാൻ തിടുക്കം കാണിക്കുന്നത്? സത്യം പറഞ്ഞ് ഇവന്റെയൊക്കെ വീട്ടിൽ പോയിട്ട് ഇവന്റെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വിളിച്ചിറക്കിയിട്ട് എടി തരുമോ എന്ന് ചോദിക്കണം. പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് നമ്മളും തമ്മിൽ വ്യത്യാസമില്ലാതായിപ്പോ. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചാൽ ഇവനൊക്കെ എക്സ്പോസ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞത് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ഏട്ടായി ഇങ്ങനത്തെ അടുത്ത് മോനാണ്, അല്ലെങ്കിൽ അവന്റെ ഉമ്മയാണുള്ളെങ്കിൽ ഉമ്മാന്റെ മോൻ ഇങ്ങനെയാണ്, ഒരു കടയാടി മോനാണ് കണ്ടല്ലോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഈ സാധനം അടക്കം കാണിച്ചു കൊടുക്കണം. ഇവന്റെ അമ്മയുടെ കാലത്ത് പോകുമ്പോൾ പിന്നെ വേറെ ആരും വിളിക്കരുത്. കടയാടി മക്കൾ ഇങ്ങനെ ഓരോ കഴിപ്പണം കെട്ടവന്മാരെ ഈ സോഷ്യൽ മീഡിയ മൊത്തം അപരാധിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റിയെന്നാണ് ഇവന്റെയൊക്കെ വിചാരം. അടുത്ത് റാഷിദയുടെ വിഷയം അടുത്ത് കൊടുക്കാം.
അതായത് ഈ പെണ്ണ് ഓൺലൈനിൽ എന്തൊക്കെ പരിപാടികളുണ്ട്, അവക്ക് വിളിച്ചിട്ട് ഏതോ നായിനും ഇത് ഇതിൻ്റെ അപ്പുറം അവരാകാം. അത് കേൾക്കാം. വെളുത്ത മുല കാണിക്കാമോ? അതായിരുന്നു എനിക്ക് വന്ന മെസ്സേജ്. നിങ്ങൾ എല്ലാവരും സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം അതിൻ്റെ പുറയിലായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ഓൺലൈൻ ത്രൂ ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഞാൻ ഓൺലൈൻ ത്രൂ ആണ് എൻ്റെ പ്രോഡക്റ്റ് എല്ലാം സെല് ചെയ്യുന്നത്. എൻ്റെ നമ്പർ വെച്ചിട്ടാണ് ഞാൻ സെല് ചെയ്യുന്നത്. വാട്സപ്പ് നമ്പർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന എൻ്റെ നമ്പറിലേക്ക് ഒരു ചങ്ങായി ഒരു ദിവസം ഹായ് അങ്ങനത്തെ സംതിങ്, ഞാൻ മെസ്സേജ് ഫസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ മെസ്സേജ് കാണുന്നത്. കാരണം ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വൺസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ കണ്ട പോലെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ മെസ്സേജ് ഇതാണ്: മോള് എവിടെയാണ്, നാട്ടിൽ. അപ്പോൾ എൻ്റെ ഓട്ടോ റിപ്ലൈ പോയിട്ടുണ്ട്, പറയൂ. എന്നിട്ട് അവൻ എനിക്ക് അയച്ചിട്ടുള്ളത് ഒരു പീനിസിൻ്റെ ഫോട്ടോ, ഇങ്ങനെ കടന്നിട്ട് എടുത്തിട്ടുള്ള പോലത്തെ ഒരു ഫോട്ടോ. എങ്ങനെയുണ്ട്, ഹായ്, ഗൾഫിലാണോ, നല്ല സുന്ദരി പെണ്ണ്, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവന് 2-3 ഫോട്ടോസ് അയച്ചു. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവൻ എനിക്ക് അയച്ചിട്ടുണ്ട്, കാണൂ എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ എനിക്കിങ്ങനെ തുരു ആ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് മെസ്സേജസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വിളിച്ചോണ്ടിരിക്കുകയാണ് ഇവൻ. എനിക്കത് അയച്ചിട്ട് ഞാൻ കാണാണ്ട് മുട്ടി നിന്നിട്ട് ഇവൻ എന്നെ വിളിച്ചോണ്ടിരിക്കണം. അങ്ങനെ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജാണ്: പറയൂ, വെറുതെ രസമല്ലേ, മുല എങ്ങനെയുണ്ട്, നാട്ടിലുണ്ടോ, ഉറക്കത്തിൽ ഞാൻ കാണലുണ്ട്. അവന് ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ എനിക്ക് ഭയങ്കര പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എനിക്ക് അയ്യോ ഇതെന്ത് ഇങ്ങനെയാന്നുള്ള രീതിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ട അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ അവനത് വാങ്ങിച്ചിട്ട് ഓക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീർപ്പാക്കാം എന്നുള്ള രീതിക്ക് അവൻ ആ വഴിക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. സെയിം നമ്പറിൽ നിന്ന് ആ ലേഡി ചെയ്യുന്നത് ലേഡീസ് ഓൺലി ക്യാമ്പോ ടൂർ പാക്കേജ് അങ്ങനെ എന്തോ ആണ്. സെയിം നമ്പറിൽ നിന്ന് ആ പെൺകുട്ടിക്ക് അയച്ച മെസ്സേജസ് ആണ് ഞാൻ കാണിച്ചത്. ഇന്ന് ലേഡീസ് ഓൺലി ക്യാമ്പിന്റെ എൻക്വയറിയിൽ വന്ന മെസ്സേജ് ആണ് കേട്ടോ, കാണിച്ചത്. നിങ്ങളുടെ നമ്പറും കാര്യങ്ങളും എന്തായാലും കയ്യിലുള്ള സ്ഥിതിക്ക് എന്തായാലും നിങ്ങളുടെ എതിരെ ഒരു കേസ് കൊടുക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും ലീഗലി മുന്നോട്ട് പോയിട്ടുണ്ട്. നല്ല കാര്യം. ലീഗലി മുന്നോട്ട് പോയിട്ട് എൻ്റെ അച്ഛൻ്റെ അച്ചാർ വരെ അകിട് വരെ മേളിൽ കയറ്റണം. അതാണ് ചെയ്യാറ് എൻ്റെ മറ്റേ അടുത്ത വർത്തമാനങ്ങൾ. എന്തായാലും കൊള്ളാടാ. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉസ്താദ് അതാണ്. അതിനേക്കാളും വലിയ നീ ഒരു കില്ലാടി തന്നെടാ, ഒരു കില്ലാടി രാമൻ. അല്ലാണ്ട് എന്ത് പറയാൻ, ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ആണുങ്ങളായ കുറച്ച് അന്തസ്സ് വേണം. അറ്റ്ലീസ്റ്റ് നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ വളയ്ക്കും. അല്ലാണ്ട് ആദ്യമേ കയറിയിട്ട് ഇമാതിരി തന്തയില്ലാത്ത പൊണച്ച വർത്തമാനം പറഞ്ഞിട്ടല്ല ഒരു പെണ്ണിനെ അപ്രോച്ച് ചെയ്യണം. നീ വളച്ചിട്ട് നീ സംസാരിക്കണം. അവളെ കൺസേൺറ്റോടെ സംസാരിക്കും, അന്തസ്സുണ്ട്. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ മറ്റേ അടുത്ത രീതിയിൽ ആദ്യമേ കയറിയിട്ട് നിന്റെ അറ്റ സൂപ്പറാണ്, കിടിക്കാടിയാടി സൂപ്പറാണ്, എടാ നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ ഉള്ളതൊക്കെ തന്നെ. ഇനി അത് വളച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കുന്നത് വേറെ, അല്ലാതെ ഒരു പെണ്ണിനെ കൺസെന്റ് ഇല്ലാതെ അവളുടെ അടുത്ത് പോയി അപരാധം പറയുന്നത് വേറെ. എന്തായാലും ഇതുപോലത്തെ കടയാടി മക്കൾക്കെതിരെ കേസെടുത്ത് അകത്താക്കി പൂട്ടി ഇടിച്ച് അവൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ അതിൽ അനക്കമുള്ളതുണ്ടല്ലോ അവനൊക്കെ ഈ ഒരു ഇളക്കം അവനെ ഇടിച്ചങ്ങ് മേളിൽ കയറ്റണം. അതോടെ അങ്ങ് തീരും, കൊതമായി മാറും. എന്തായാലും റാച്ചി പറ. എന്തായാലും ലീഗലി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെ ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നതും വെയിറ്റ് ചെയ്തതും. കേരള സർക്കാരിന്റെ തുണ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ സൈറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ട് ഞാൻ കംപ്ലൈന്റ് ഇട്ടു. ഞാൻ ഇതിന് മുന്നേ സൈബർ കേസ് കൊടുത്ത സമയത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസ് ഡയറക്റ്റ് പോയിട്ട് കൊടുത്തിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് വലിയ പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്നലെയാണ് എനിക്ക് കോൾ വരുന്നത് സൈബർ സെല്ലിൽ നിന്ന്. എന്നെ വിളിച്ചു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്നോട് ആള് ചോദിച്ചത് അബ്ദുൽ കരീം എന്ന് പറഞ്ഞ ആളെ അറിയോ? അബ്ദുൽ കരീം എന്നാണ് ഈ നമ്പർ ഹോൾഡ് ചെയ്യുന്ന ആളുടെ പേര്. അബ്ദുൽ കരീം ഫ്രം മലപ്പുറം. അറിയോ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കറിയുന്ന ആളാണെങ്കിൽ എനിക്കത് അറിയണ്ട. എനിക്ക് സീരിയസ്ലി എനിക്ക് ആളറിയില്ല. പക്ഷെ എനിക്ക് അറിയുന്ന ആളാണെങ്കിലും എനിക്ക് അറിയണ്ട. എനിക്കറിയുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് മെസ്സേജ് അങ്ങനെ അയക്കേണ്ട ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യമേ ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ, എനിക്ക് ആളെ അറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ആളെ വിളിച്ചിട്ട് ഇനി സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ UAE ലാണ്, ഞാൻ UAE സെറ്റിൽഡ് ആണ്, വേണമെന്ന് വെച്ചാൽ ഞാൻ വരാൻ പ്രശ്നമില്ല. പറഞ്ഞില്ല ഉപ്പ വന്നാലും മതി. ഞാൻ പറഞ്ഞു ഓക്കെ ഉപ്പ വിളിച്ചോളൂ, ഉപ്പാനെ വിളിച്ചോളൂ, ഉപ്പ എനി ടൈം അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, ആച്ചി ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന്. ആച്ചി ചെയ്യുന്നത് ഒരു മോശം പ്രോഡക്റ്റ് അല്ല, ഒരു വെൽനെസ്സും സ്റ്റാമിനയും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവരെന്നെ വിളിച്ചാൽ മതി. അല്ലാതെ എൻ്റെ നമ്പർ എടുത്തിട്ട് എനിക്ക് ഇമാതിരി മെസ്സേജ് അയക്കാനുള്ള റൈറ്റ്സ് ഞാൻ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നോണ്ടിട്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നേരത്തെ കാണിച്ചത്. ഒരു ലേഡീസ് ഓൺലി ക്യാമ്പ് നടത്തുന്ന ഒരു ലേഡിക്ക് ഇങ്ങനെ മെസ്സേജ് പോയിട്ടുണ്ട്. സെയിം ഒരു കേക്ക് ബിസിനസ് ചെയ്യുന്ന ലേഡിക്ക് ഇതുപോലെ പോയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അതല്ല പ്രശ്നം, ഇവന്റെ ഞരമ്പിന്റെ അസുഖമാണ്. അപ്പൊ ഇമാതിരിയുള്ള സൂക്ഷിയായിട്ട് എടുത്തിട്ടുള്ള നായിക്കാട്ടങ്ങളോട് പറയാനുള്ളത്,
എല്ലാവരും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. പല പെമ്പിള്ളേരും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും. അയ്യോ എനിക്ക് പേടി, വീട്ടുകാർ പറയും വേണ്ട കേസിനും കൂട്ടത്തിനൊന്നും പോകണ്ട, അത് ഒഴിവാക്കുക, ബ്ലോക്ക് ചെയ്ത് വിടും. ഞാൻ അങ്ങനെയല്ല. ഞാൻ എന്തായാലും ലീഗലി കൊടുത്തിട്ടുണ്ട് അബ്ദുൽ കരീം ഫ്രം മലപ്പുറം, അത്രേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള അഡ്രസ്സ് ഡീറ്റെയിൽസ് ഇനി അവൻ വരുമല്ലോ, അവൻ സ്റ്റേഷനിൽ വരുമ്പോൾ അവന്റെ ഫോട്ടോയും വീഡിയോയും എല്ലാം കൂടി നെക്സ്റ്റ് പാർട്ടും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇമാതിരിയുള്ള തെമ്മാടികളോടാണ് പറയാനുള്ളത്. നമ്മളിവിടെ ഓൺലൈനിൽ നമ്മുടെ നമ്പറും കൊടുത്ത് നമ്മളൊരു ബിസിനസ് ഓപ്പൺ ചെയ്തിരിക്കണം, നിന്നെ പോലെ ഉള്ളവന്മാരെ സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ മാറ്റി വെച്ചേക്ക്. ഞാൻ നല്ലൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക്. എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ അഡ്രസ്സ് എടുത്തിട്ട് വീട്ടിലോട്ട് വരാം, ഉമ്മാനെയും പെങ്ങളെയും ഭാര്യനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ ചോദിക്കാം ഏത് സൈസിലുള്ളതാണ് ഏത് നിറത്തിലുള്ളതാണ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയാം. കാരണം നാട്ടുകാരോട് മൊത്തം ചോദിച്ചടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവാലോ. അപ്പോൾ എന്തായാലും ബാക്കി പാർട്സ് സെക്കൻഡ് പാർട്ടിൽ ഞാൻ വരാം, അതിന്റെ ഡീറ്റെയിൽ കിട്ടണം. ഇപ്പൊ എനിക്ക് ആകെ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ഉണ്ടായ ഇൻസിഡന്റ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വന്ന് പറയാം. അതെ, വീട്ടിൽ ഇവനൊക്കെ ഉമ്മാൻ പെങ്ങളെ വെച്ചിട്ട് അങ്ങോട്ട് അവരെ കയറി നോക്ക്, കാണിച്ചു തരാൻ പറയടാ ഉസ്താദെ, പറയടാ കാണിച്ചു തരാൻ പറയാം അങ്ങോട്ട്, ഉമ്മാന്റെ അടുത്ത് പെങ്ങളുടെ അടുത്ത്. എന്ത് ചിലപ്പോൾ ഇതിനേക്കാളും നല്ല വെളുത്തതും വലുതുമായിരിക്കും ഉള്ളത്, അങ്ങോട്ട് പറ കാണിച്ചു തരാൻ. കടയാടി മോനെ, അവനെ കാണാൻ മുട്ടിയിരിക്കണ് കള്ളക്കാവടികൾ. ഇതിനുശേഷം കൈസിനൊരു വോയിസ് ഈ നാച്ചി അയച്ചിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അതായത് കൈസേ, ഞാൻ 3ാമത്തെ വീഡിയോ ഇടാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നത്തിൽ പെട്ടിട്ട് ഞാൻ അങ്ങനെ ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി പോയി. അതായത് നമ്മൾ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചു, സൈബർ സെല്ലിൽ അവസാനം ഇയാൾ വന്നു, അബ്ദുൽ കരീം എന്ന് പറഞ്ഞ വ്യക്തി വന്നു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് നല്ല ഒരു ഉസ്താദ്, മലപ്പുറം തണലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു മദ്രസ അധ്യാപകനാണ് ഈ പറയപ്പെടുന്ന 49 വയസ്സുള്ള അബ്ദുൽ കരീം. ഞാൻ എഫ്ഐആറിന്റെ കോപ്പി ഞാൻ കൈസിന് അയക്കുന്നുണ്ട്, അതിനകത്ത് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിറ്റേന്ന് ശരിക്കും പറഞ്ഞാൽ പത്രത്തിൽ വരേണ്ടതായിരുന്നു വിത്ത് ഫോട്ടോ. പക്ഷെങ്കിലും ഞാനിവിടെ UAE ആയത് കൊണ്ടിട്ട് ഡയറക്റ്റ് എൻ്റെ ഫോൺ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ റിട്ടേൺ കംപ്ലൈന്റ് അവിടെ എത്തണം. അപ്പോൾ റിട്ടേൺ കംപ്ലൈന്റ് ഇപ്പം ഞാൻ അയക്കുന്നുണ്ട്, നാളെ ഇപ്പം മിക്കവാറും സ്റ്റേഷനിലെത്തും. അപ്പോൾ അവർക്ക് കോടതിയിലോട്ട് കാര്യങ്ങൾ ചാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഉസ്താദാണ് മലപ്പുറത്തുള്ള അബ്ദുൽ കരീം എന്ന് പറയുന്ന കടയാടി മോനായിട്ടുള്ള ഏതോ ഉസ്താദ്. എല്ലാ അബ്ദുൽ കരീമിനെയും തൂക്കണം മലപ്പുറത്തുള്ള. എന്തായാലും അവൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും അടക്കം എല്ലാം പുറത്ത് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. ഇതുപോലത്തെ കടയാടി മക്കള് ഉസ്താദ് പോലും എടാ മദ്രസയിൽ ഇവൻ്റെയൊക്കെ അടുത്ത് എങ്ങനെ മാതാപിതാക്കള് പിള്ളേരെ വിശ്വസിച്ച് വിടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവൻ കുട്ടികളെ അടക്കം ഇവന് യൂസ് ചെയ്യത്തില്ലേ? ഇവൻ എത്ര പിള്ളേർ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവാം? മേ ബി അന്വേഷിക്കണം, ഇവനെ തൂക്കിയതിനു ശേഷം അന്വേഷിക്കണം. അവിടെയുള്ള സകലമാന പിള്ളേർക്കും കൗൺസിലിംഗ് കൊടുക്കണം. പിള്ളേർക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോക്സോ അടക്കം എടുത്ത് ഇവൻ്റെ അണ്ണാക്കി ചുരുട്ട് പച്ചം കടിച്ചു കൊടുക്കണം. മനസ്സിലായ? പിന്നെ ഇവൻ പുറം ലോകം കാണരുത്. അവിടെ പോകുമ്പോൾ ഇടിച്ച് ഇവൻ്റെ മറ്റേ കിടുക്കാൻ മടിയെ ഇടിച്ച് തൊട്ടി അടിച്ച് കയറ്റണം. അതോടെ അങ്ങ് തീരണം ഫ്ലാറ്റ്. ഇതുപോലത്തെ അവന്മാരൊക്കെ സ്പോട്ട് തീർക്കാനുള്ള ദുബായ് പോലെ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പുറം രാജ്യങ്ങൾ, ഈ സൗദി അറേബ്യ പോലെയൊക്കെ ഉള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല തീരുമാനമാണ്. കഴപ്പന്മാരെ മണിയെ ശിശു ആക്കി വിടാനുള്ള നിയമം ഇവിടെ കൊണ്ടുവരണം. എനിക്ക് കൂടുതലൊന്നും പറയാല്ല, നിങ്ങളുടെ അഭിപ്രായം. ഇനി ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം. ബൈ. വെറുതെ വിടരുത് ഒരു കടയാടി മക്കളെ.